Morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Morning, ma'am. Morning. Morning, Geetu. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? കുറേ നാളായി കണ്ടിട്ട്. ഹബീബ. യെസ് മാം, സുഖാണ് മാം. ഞാൻ സുന്ദരിയുണ്ട്. ആരാണ്? എന്തോ ഒരു മാറ്റം, സ്ഥലം മാറിയോ? ഇരിക്കുന്ന പ്ലേസ് മാറിയോ? ഇല്ല. സ്ഥലം മാറിയിട്ടുണ്ട്. എന്തോ ഒരു ചേഞ്ച് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട്. വേറെ ക്ലാസ്സാ. MP6 ക്ലാസ്സിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ തമന്നയില്ലേ ക്ലാസ്സില്? തമന്ന വല്ലപ്പോഴും കയറാറുള്ളൂ. ആള് ഹസ്ബൻഡ് വന്ന തിരക്കിലാണ്. ഓക്കെ. കുറച്ച് കുട്ടികളോടൊന്നും കയറിയിട്ട് കേട്ടോ. എന്നിട്ട് തുടങ്ങാം. ശ്രീജ ഒന്നും ക്ലാസ്സിൽ കയറാറില്ലേ? ശ്രീജ കാണാറുണ്ടോ നിങ്ങള്? കാണാറുണ്ടോ? എല്ലാരും വെക്കേഷൻ ആയോണ്ട് വല്ലപ്പോയ കാര്യമല്ലോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വന്ന് നോക്കണ്ടോ? Good morning, miss. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എന്തൊക്കെ ചോദിച്ചോളൂ തമന്നേനെ. ആണോ? ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ഹസ്ബൻഡ് സുഖായിരിക്കുന്നോ? സുഖം. ഉറക്കമാണ്. ഇവിടെ രാത്രി ക്യാരം ബോർഡ് കളിയൊക്കെയാണ്. 12, 1 മണി, 2 മണിക്കൊക്കെ ഉറക്കം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. യെസ്. പ്രേയർ ആരാണെന്ന് പാടുന്നത്? ഗുഡ് മോർണിംഗ് മാം. ഞാനാണ് ഉമ ഫ്രം നോർത്ത് പറവൂർ. ഓക്കെ. എന്നുമിന്നിൽ നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും പ്രകാശവും നീയല്ലോ. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഓൾ. Then thought of the day. Life is a book. Every day a new page. Every month is a new chapter. And every year is a new series. APJ Abdul Kalam. Vidanya from Palakkad. Okay, Danya, thank you. Then signing. ഞാനാണ് മാം. Okay. ഒരു 4 വരി പാട്ട് പാടിയിട്ട് തുടങ്ങാം. എനിക്ക് പാടാനൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ്. കോട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂപ്പണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂകുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കോട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, നിത്യം കോരി നിൽക്കും പൂപ്പണിയല്ലേ. ഓക്കെ. ഇന്ന് April 25 വേൾഡ് മലയാളത്തിലെ അതിനെക്കുറിച്ച് ഒരു
രണ്ട് വാക്ക് പറയാം. ലോക മലമ്പനി ദിനം. രോഗലക്ഷണങ്ങൾ നോക്കാം. മലമ്പനി ദിനം, മലേറിയ ഡേ. കേൾക്കുന്നില്ലേ മാം? പറഞ്ഞോ. രോഗലക്ഷണങ്ങൾ നോക്കാം. ഇടവിട്ടുള്ളതും വിറയലും കുളിരോട് കൂടിയതുമായ പനി കൊതുകുകളിലൂടെ പകരുന്ന ഒരു രോഗമാണിത്. കൊതുകിന്റെ ഉറവിട നശീകരണം നമുക്കും ശീലമാക്കാം. കൊതുക് കടി ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നമുക്കും സ്വീകരിക്കാം. രോഗം സംശയിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് വൈദ്യസഹായം തേടുക. സ്വയം ചികിത്സിക്കാതിരിക്കുക. ബി കെയർഫുൾ ആൻഡ് ബി സേഫ്. താങ്ക് യു ഫോർ മാം ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. Welcome ma'am for your wonderful class. Thank you. Thank you all. Thank you. Very good morning to all. സുഖമാണോ എല്ലാവർക്കും? സുഖമാണ് മാം. സുഖമാണ്. കുറേ ദിവസങ്ങളായി കണ്ടിട്ടല്ലേ? രണ്ട് ക്ലാസ് കൊറേ ദിവസമായി മാമിനെ കണ്ടിട്ട്. ക്ലാസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കാണ് നിങ്ങൾക്ക്, വെക്കേഷൻ ആയതുകൊണ്ട്. വെക്കേഷൻ അടിപൊളിയാണ്. പുറകെ ഓടുകയാണ്. നമ്മൾക്ക് നെക്സ്റ്റ് വീക്ക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കോൺവൊക്കേഷൻസ് തന്നെയാണ്. 3 എണ്ണം അടുപ്പിച്ചാണ്. MT-യുടെ ഫസ്റ്റ് തുടങ്ങുകയാണ് കേട്ടോ. MT-1 ഫസ്റ്റ് കോൺവൊക്കേഷൻ തുടങ്ങുകയാണ് May 10. MT-1 May 10 മാം. MT-1 ഞാൻ എടുക്കുന്നില്ല, ക്ലാസ് എടുക്കുന്നില്ല. PDF കാണാമോ? എന്താ മാം? PDF കാണാമോ? കാണാം കാണാം കാണാം. നമ്മള് കുറച്ച് കാര്യങ്ങൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? 2-3 പാരഗ്രാഫ്സ് പറഞ്ഞിരുന്നു. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്. അതിന് മുമ്പൊന്ന് ചോദിക്കട്ടെ, വാട്ട് ഇസ് സൈക്കോളജി? വാട്ട് ഇസ് മീൻ ബൈ സൈക്കോളജി? ഒരാൾ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്ന ഒരാൾ പറഞ്ഞാൽ മതി. ഇടയ്ക്കൊരു ചോദ്യമൊക്കെ ആവാലേ അല്ലേ? ആകാം. യെസ്. Basing സുഹാസ് ഉണ്ടോ? Basing. Yes ma'am. Yes, പറയൂ. What's mean by psychology? It's a study of human behavior. മാം വീഡിയോ ഓൺ ആക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ മോന് കൊടുത്തോണ്ടിരിക്കുവാണ്, ഫുഡ് കൊടുത്തോണ്ടിരിക്കും. മനസ്സിലായി. ആ ചിരി ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ചിരിച്ചുകൊണ്ടാ പറയണെന്ന് മനസ്സിലായി. ക്യാമറ ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മോന് ഫുഡ് കൊടുത്തോണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് അവന് പനി ഉണ്ടായിരുന്നു, അപ്പം താമസിച്ച് എഴുന്നേറ്റ്. അപ്പൊ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who's the father of psychology? ഞാൻ ചോദിക്കുന്ന ആൾ പറഞ്ഞാൽ മതി. Page number 57. Who's the father of psychology? Yes. Masrifa ഉണ്ടോ? മസ്രിഫ മാം എനിക്കറിയില്ല. അറിയില്ല. വെരി നൈസ് ആൻസർ. നല്ല അടിപൊളും. ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട് കുറേ നേരമായി. ഇന്ന് ഫസ്റ്റ് ഇപ്പൊ കുറേ 15 ഡേയ്സിന് ശേഷം ക്ലാസ്സിൽ കയറുന്നു. സത്യം പറ. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ഇല്ല ഫസ്റ്റ് ടൂർ പോയിട്ടുണ്ടായിരുന്നു, വയനാട് പോയിട്ടുണ്ടായി. ഓക്കെ, കാര്യമില്ല.
ഇത് ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്തിട്ട് ഒരാൾ പറയും ഇപ്പൊ ആര് ഓക്കെ മാം. പറയണോ നമുക്ക് നോക്കാം. Ramya Nidin, Ramya is the father of psychology. Ramya. വിൽഹം ഉണ്ട്. വിൽഹം ഉണ്ട്. വിൽഹം. Okay, yes. Then മാം ക്ലിയർ ആയിട്ട് ഒന്നും കൂടി പറയോ? William Woodard. William Woodard. WILHELM. William. WILHELM. William Woodard. WUNDT. WUNDT. Okay. Yes. നമുക്കറിയാം സൈക്കോളജി 2 വേർഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഏത് വേർഡാണ്? സൈക്കും ലോഗോസ്. ലോഗോസ്. Greek word. യെസ്, ഞാൻ ചോദിക്കുന്ന ആൾ പറയണേ. തമന്ന. യെസ് മാം. ലോഗോ മീൻസ് ഡാഷ്. ലോഗോ മീൻസ് സയൻസ്. സയൻസ്. ഓക്കെ. Then ഏത് വേർഡിൽ നിന്നാണ്, ഏത് ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് ലോഗോസ് ആൻഡ് സോൾ, ലോഗോസ് എന്ന വാക്കുണ്ടായത്? സൈക്ക്. സൈക്ക് എന്ന് പറഞ്ഞ ഏത് വേർഡാണ്? സോൾ. സൈക്ക് മീൻസ് സോൾ. അത് ഏത് Greek word. ഗ്രീക്ക് വേർഡ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയാണ് കേട്ടോ. നമ്മളൊക്കെ സൈക്കോളജി ബാക്കി ലാസ്റ്റ് ഭാഗത്ത് വെച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലോ നോക്കാൻ എപ്പോഴും എടുത്തു തരുന്നത്. ഒന്ന് നോട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോട്ട്ബുക്കും അടുത്തൊന്ന് വെക്കുക, പേനയൊക്കെ എടുത്തൊന്ന് വെക്കുക. അങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങള്? അങ്ങനെ തന്നെയാണ്. അതെ മാം. നല്ല കുട്ടികളാണ് അല്ലേ? ഓക്കെ. നമ്മള് സൈക്കോളജി എന്താണെന്ന് പഠിച്ചു, ഏത് വേർഡിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, എന്താണ് അതിന്റെ മീനിങ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അറിയേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിനെ കുറിച്ച് നമുക്ക് അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ? ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് നമുക്ക് സൈക്കോളജിക്കുള്ളത് അറിയാമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ചെറിയ സബ്ജക്റ്റ് അല്ല അല്ലെ? വൈഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. നമുക്ക് അത് ഒന്നിലും അത് ഒതുക്കി നിർത്താനായിട്ട് പാടും. ഓരോ ദിവസവും ദിനപ്രതി ഉണ്ടാകുന്ന സൈക്കോളജിയിൽ ഓരോ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ പഠനങ്ങളും തിയറീസ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് എന്തിനെ കുറിച്ചുള്ള ഒരു പഠനമായത് കൊണ്ടാണ് അത് നിരന്തരമായിട്ടൊരു പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബിഹേവിയറിനെ ഹ്യൂമൻ ബിഹേവിയർ. അല്ലെ? അപ്പൊ നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഒരിക്കലും തന്നെ നമുക്ക് എന്താ ഇൻഫിനിറ്റി ആണ്. അത് ഒരിക്കലും എന്താണ് ഒരിക്കലും ആ പഠനങ്ങൾ തീരുന്നില്ല. ഒരിക്കലും ആ പഠനങ്ങൾ എന്താണ് തീരുന്നില്ല. ദിനം പ്രതി അതായത് മനുഷ്യ ബിഹേവിയേഴ്സ് നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ സ്വഭാവം എന്നത് ഒരിക്കലും നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും നമ്മുടെ മൈൻഡ് മാറാം അല്ലെ? മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള വേസിൽ കൂടി സഞ്ചരിക്കുന്നതാണ്. നമ്മള് ആ മണിച്ചിത്രത്താഴ് സിനിമയില് മോഹൻലാൽ ഒരു ഡയലോഗ് പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിലകനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. മനുഷ്യ മനസ്സിനെ സ്വാമിയോട് അടുത്തെറിഞ്ഞ വേറെ ആരും ഇല്ല എന്നൊരു വാക്യം പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്റെ ഗുരുക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. മനുഷ്യ മനസ്സുകളെ ഏറ്റവും കൂടുതൽ അങ്ങേക്കാൾ അറിഞ്ഞ ആരും ഇല്ല എന്നാണ് മോഹൻലാൽ അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് എത്രത്തോളം നോളജ് തിയറീസ് ഒക്കെ ഒരു മനുഷ്യ മനസ്സിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് മെഡൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോയെന്നൊക്കെ നമ്മൾ പറയുന്നത് അമേരിക്കയിലൊക്കെ. ഓക്കെ,
നിങ്ങൾക്കറിയാം ഇപ്പോ എന്റെ സ്വഭാവം ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വേറൊരു രീതിയിലായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത് അല്ലെ. ചിലപ്പോ നിങ്ങൾ പറയുന്ന ഒരു പോയിന്റ്സിൽ എനിക്ക് ചിലപ്പോൾ ഒരു മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്റെ ഫേസിലായിരിക്കും ചേഞ്ച്. പെട്ടെന്ന് നമ്മുടെ ഫേസിൽ നിന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഒരു വിഷമം തോന്നിക്കഴിഞ്ഞാൽ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്താ, ഫേസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഈ ബോഡി ചേഞ്ചസിലൂടെ നമ്മൾ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്ത് ഫീലിംഗ് ആണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, യെസ്. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. ആരാണ് പറഞ്ഞത്? യെസ്, വെരി ഗുഡ്. രസ്ന കമർ പറഞ്ഞത് ശരിയാണ്. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ കണ്ണിൽ നോക്കി നമുക്ക് അതെന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും അതൊരിക്കലും പൂർണ്ണമായിട്ടൊന്നും അറിയാനും പറ്റില്ല അല്ലെ. പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല. നിങ്ങൾ എന്നെ പറ്റി അവിടെ എന്താ ചിന്തിക്കണമെന്ന് എനിക്കറിയാമോ? ടീച്ചർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കണം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ തന്നെയാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് മൈൻഡ്. ഭയങ്കര കമന്റ്സ് വരുന്നുണ്ട്. പുറമേ ചിരിച്ച് ഉള്ളിൽ കരയുന്നവരുണ്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ സൈക്കോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. സൈക്കോളജിക്ക് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. പ്രധാനമായിട്ടും സൈക്കോളജിക്ക് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് അപ്ലൈഡ് സൈക്കോളജി ആൻഡ് പ്യുവർ സൈക്കോളജി. ഇതൊക്കെയാണ് ഒന്ന് മാറിപ്പോയി. പ്യുവർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി. അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. പ്യുവറിൽ നിന്നാണ്, പ്യുവറിലെ തിയറീസ് ആണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജിയിലേക്ക് എന്താണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് അല്ലെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രണ്ട് ടൈപ്സ് ആണ്. ഒന്ന് പ്യുവർ സൈക്കോളജി അഥവാ കേവല മനഃശാസ്ത്രം. പ്യുവർ സൈക്കോളജി കേവല മനഃശാസ്ത്രം. അപ്ലൈഡ് സൈക്കോളജി എന്താണ്? അപ്പോ അപ്ലൈഡ് സൈക്കോളജി പ്രയുക്ത മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്രം. പ്രയുക്ത എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അപ്ലൈ ചെയ്യുക. പ്രയുക്ത എന്നുള്ളത് മലയാളത്തിലെ വേർഡാണ് കേട്ടോ പറഞ്ഞത്. അത് മനസ്സിലായില്ല. അതെങ്ങനെയാ അത് ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടി സിമ്പിൾ ആക്കി പറയാമോ? അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് പ്രയുക്ത ചെയ്യാന്ന് പറയാ. ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രയുക്തം എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അമ്പിളി പുതിയ ആളാണോ ക്ലാസ്സില്? അല്ല, ഞാൻ ആദ്യം തൊട്ടുണ്ട്. ഓക്കെ, പേര് ഇങ്ങനെ കണ്ടെത്തില്ല കേട്ടോ നമ്മൾ ചോദിച്ചാൽ. യെസ്, ഏതൊക്കെയാണ് സൈക്കോളജിയുടെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി, പ്യുവർ സൈക്കോളജി. യെസ്, ഓക്കെ. പിന്നെ എന്താണ് പ്യുവർ സൈക്കോളജി? കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ടെക്നിക്സ് അല്ലെങ്കിൽ തിയറീസ്. പല രീതിയിലുള്ള ടെക്നിക്സുകൾ, തിയറീസ് ഒക്കെയാണ് എന്തിൽ വരുന്നത്? പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഇറ്റ് ഫോർമുലേറ്റ്സ് formulates formulates principles comma theories and techniques. Principles, theories and techniques for the study of human behavior. For the study of human behavior. ഒന്നുകൂടി പറയാം. It formulates principles, theories and techniques
for the study of human behavior. എല്ലാവരും എഴുതിയോ? യെസ്. ഓക്കെ. എന്താണ് പ്യുവർ സൈക്കോളജി അഥവാ കേവല മനഃശാസ്ത്രം എന്ന് സൂചിപ്പിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് Principles, theories, and പ്രിൻസിപ്പിൾസ് അല്ലെ? അതായത് ബിഹേവിയർ മൈൻഡുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രിൻസിപ്പിൾസ്, തിയറീസ്, പലതരത്തിലുള്ള തിയറികൾ, പ്രബന്ധങ്ങൾ, ദെൻ ടെക്നിക്സുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സുകൾ ആൻഡ് മെത്തേഡ്സ്, എന്തിനെ കുറിച്ചിട്ടുള്ള? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസുകള്, ടെക്നിക്സുകള്, അതുപോലെ തന്നെ എന്താണ് തിയറീസ് എന്നിവയാണ് എന്തിൽ ഉൾക്കൊള്ളുന്നത്? പ്യുവർ സൈക്കോളജിയിൽ ഉൾക്കൊള്ളുന്നത്. മ്യൂട്ട് ചെയ്യണേ. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, മനസ്സിലായോ എന്താണ് പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ? അതായത് വ്യത്യസ്ത ടെക്നിക്സുകൾ, ഉപാധികളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഹ്യൂമൻ ബിഹേവിയറിന്റെ വിവിധ തരത്തിലുള്ള പ്രിൻസിപ്പിൾസ്, ടെക്നിക്സുകൾ, തിയറീസുകൾ എന്നിവയാണ് പ്യുവർ സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണെന്ന് മനസ്സിലായത്? പ്യുവർ സൈക്കോളജി എന്താണെന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ആരെങ്കിലും സംശയം ഉണ്ടോ എന്താണ് പ്യുവർ സൈക്കോളജി എന്ന്? മിണ്ടാതിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നാണോ? ഒന്നുകൂടി പറയാമോ മാം? ഹ്യൂമൻ ബിഹേവിയറിന് ഇവിടെ ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് ശ്രദ്ധിക്കണം. എന്താണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഫോർമുലേറ്റ്സ് പ്രിൻസിപ്പിൾസ്, തിയറീസ് ആൻഡ് ടെക്നിക്സ് ഫോർ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എന്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്? എന്തിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഹ്യൂമൻ ബിഹേവിയറിലെ തിയറീസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ്. തിയറീസ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഇത്തരം കാര്യങ്ങളാണ് പ്യുവർ സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്. അത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, യെസ്. ഇനി നേരെ വന്ന് നോക്കിയേ. ഇനി എന്താണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോ? അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോ നമ്മൾ ഈ പ്യുവർ സൈക്കോളജിയിൽ പഠിച്ച തിയറീസുകളെല്ലാം അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ടെക്നിക്സുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് എന്ത്? അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മള് പ്യുവർ സൈക്കോളജിയിലുള്ള പ്രിൻസിപ്പിൾസുകൾ, തിയറീസ്, ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട തിയറീസും പ്രിൻസിപ്പിൾസും ടെക്നിക്സുകളും ഇവയെല്ലാം തന്നെ ഉപയോഗിക്കുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അല്ലെ? നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അതായത് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പ്യുവർ സൈക്കോളജിയിൽ നിന്ന് നമ്മൾ ആ തിയറീസ് ഒക്കെ അപ്ലൈഡിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോ? നോട്ട് ചെയ്തേ. The generated theories, the generated, G-E-N-E-R-A-T-E-D, the generated, G-E-N-E-R-A-T-E-D, the generated. Theories are applied to. Theories are applied to solve problems in real life situations. In real life situations. The generated theories are applied to solve problems in real life situations.
എന്താണ് പ്യുവർ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്യുവർ സൈക്കോളജിയിലെ തിയറീസുകൾ എവിടെ ഉപയോഗിക്കുന്നത്? അപ്ലൈഡ് സൈക്കോളജിയിലേക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്യുവർ സൈക്കോളജിയിൽ നിന്നും അതിലുള്ള തിയറീസ് അപ്ലൈഡിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? യെസ്. അപ്പൊ രണ്ട് ബ്രാഞ്ചസും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒന്നിലെ തിയറീസ് ആണെങ്കിൽ ആ തിയറീസിലെ മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മള് പ്യുവർ സൈക്കോളജിയിലെ പല പ്രശ്നങ്ങൾക്ക് പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സുകൾക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്യുവർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി. Pure psychology formulates principles, theories, and techniques for the study of human behavior. Human behavior ne kuchilla principles, theories, and techniques ആണ് ഇതിൽ വരുന്നത് പ്യുവർ സൈക്കോളജി ഉൾപ്പെടുന്നത്. Then applied psychology എന്താണ് വരുന്നത്? The generated theories. ആ generated theories are applied to solve problems in എന്ത് സിറ്റുവേഷൻസിലാണ്? In real life situations. That is called applied psychology. Okay, രണ്ടും ക്ലിയർ ആണോ നിങ്ങൾക്ക്? Yes ma'am. Yes. Okay. ഇനി പ്യുവർ സൈക്കോളജി അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യ മനസ്സിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്യുവർ സൈക്കോളജിയിലെ തിയറീസുകൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെ, എത്രത്തോളം അറിഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് മനുഷ്യ മനസ്സുകള് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത്. ഒരിക്കലും ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. എങ്കിൽ കൂടെയും അത്ര പരിശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് ബിഹേവിയറിനെ കുറിച്ചാണ് ആ പഠനം എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോഴും അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് പ്യുവർ സൈക്കോളജിയുടെ കീഴിൽ എന്തൊക്കെ സൈക്കോളജീസ് ആണ് വരുന്നത്. ഓക്കെ, പ്യുവർ സൈക്കോളജി എന്നൊരു ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ വരുന്ന ബ്രാഞ്ചസ് എന്തൊക്കെയാണ്? യെസ്, പ്യുവർ സൈക്കോളജി ഇതിന് കീഴിൽ വരുന്ന ബ്രാഞ്ചസ് ആണ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ജനറൽ സൈക്കോളജി. ജനറൽ സൈക്കോളജി ഓരോന്നിനും മലയാളം വാക്സ് വേണോ? വേണ്ടല്ല, മലയാളം വാക്കുകൾ വേണോ? എക്സാമിന് ചോദിച്ചോ? വേണ്ട, വേണം മാം. മലയാളം ചോദിക്കില്ല. അറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതിച്ചോളാൻ പറഞ്ഞു. വേണോ? വേണോ? പറഞ്ഞോ. വേണ്ട. ഏതെങ്കിലും കിട്ടാത്ത രീതിയിലുണ്ടെങ്കിൽ പറയാം. ഓക്കെ, പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. ജനറൽ സൈക്കോളജി. സെക്കൻഡ് വൺ ഫിസിയോളജിക്കൽ സൈക്കോളജി. ഫിസിയോളജിക്കൽ സൈക്കോളജി. ഫിസിയോളജിക്കൽ FISIOLOGICAL ഫിസിയോളജിക്കൽ സൈക്കോളജി ശാരീരിക മനഃശാസ്ത്രം. ഫിസിയോളജിക്കൽ സൈക്കോളജി ശാരീരിക മനഃശാസ്ത്രം. ഇതിന്റെ ബ്രാഞ്ചസ് കംപ്ലീറ്റ് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാകും ഇത് എന്താണ് ഇതിൽ പറയുന്നത്, എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഒന്ന് ജനറൽ സൈക്കോളജി, സെക്കൻഡ് വൺ ഫിസിയോളജിക്കൽ സൈക്കോളജി, then third one developmental psychology. Developmental psychology വികസന മനഃശാസ്ത്രം അല്ലെങ്കിൽ വികാസ മനഃശാസ്ത്രം എന്നൊക്കെ പറയും. ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജിയിലെ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിച്ചു, ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ സൈക്കോളജിയിൽ പഠിച്ചത് ഏതായിരുന്നു? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ്. Okay. Developmental psychology അഥവാ വികാസ മനഃശാസ്ത്രം. Then for child psychology ശിശു മനഃശാസ്ത്രം. Child psychology. Child psychology. Then fifth one abnormal psychology. Abnormal psychology. Abnormal psychology.
abnormal psychology. നമ്മളിതിനെ അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. അപസാമാന്യ മനഃശാസ്ത്രം. അതായത് ജനറൽ സൈക്കോളജിയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത്. ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സാമാന്യ മനഃശാസ്ത്രം. അബ്നോർമൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അപസാമാന്യ മനഃശാസ്ത്രം. പേരുകൾ തമ്മിലുള്ള ഡിഫറൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. അബ്നോർമൽ ആണ് അല്ലെ? ഓക്കെ. Then sixth one, social psychology. Social psychology, സാമൂഹ്യ മനഃശാസ്ത്രം. Social psychology. എല്ലാവരും എഴുതിയെടുക്കുന്നില്ലേ? Yes, ma'am. Social Yes, ma'am. psychology. Then parapsychology. Parapsychology. എന്തായിരിക്കും parapsychology? Anyone? അറിയാമോ പാരാസൈക്കോളജി എന്താന്ന്? പാരന്റ്സിന്റെ സൈക്കോളജി ആണോ? അല്ല, നമ്മുടെ ചുറ്റും ഉണ്ടാവുന്ന അമാനുഷിക ശക്തികളെ കുറിച്ചുള്ള സംഭവം അല്ലേ? കാര്യങ്ങളല്ലേ? ആ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് ഫീലിങ്സ് നമുക്കുണ്ട് അല്ലെ? ഇപ്പൊ അതിന് ഏറ്റവും ഉദാഹരണമാണ് എന്താ? പ്രേതം അല്ലേ? പ്രേതം ഉണ്ടെന്ന് എത്ര പേര് നമ്മുടെ ഇവിടെ വിശ്വസിക്കുന്നുണ്ട്? ഹാലുസിനേഷൻസ്. വെരി ഗുഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രേതം ഉണ്ടോ? പ്രേതങ്ങളാണുള്ളത്. പക്ഷെ പേടിയാണ്. പേടിയാണ്. നമ്മളുടെ മനസ്സിൽ പ്രേതം എന്ന കഥാപാത്രം എന്ന് സൂചിപ്പിക്കുന്നത് ആകാശഗംഗയിലെ പ്രേതമല്ലേ? അതല്ലേ നമ്മൾ ഒഫീഷ്യലി പ്രേതമായിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥകളുണ്ടല്ലോ. എന്താണ്? കുഞ്ഞിലെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളുണ്ടല്ലോ. അപ്പൊ അല്ലെങ്കിൽ രാമായണം കാണുക, മഹാഭാരതം കാണുക, അല്ലെങ്കിൽ ഒരു കള്ളിയാങ്കാട്ടുനീലി ഇതൊക്കെ കാണുക. അപ്പൊ നമുക്ക് കുഞ്ഞിലെ നമ്മൾ കാണുന്ന സംഭവം കള്ളിയാങ്കാട്ടുനീലി. അതിനേക്കാൾ മേലെ ഒരുപടി നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച് ഇൻഫ്ലുവൻസ് ചെയ്തൊരു കഥാപാത്രം എന്ന് പറയുന്നത് നാഗവല്ലി പ്രേതമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പറ്റുക നാഗവല്ലി വേറൊരു തലമാണ് അല്ലെ? മാനുഷികമായിട്ടുള്ള തരത്തിലുള്ള വേറൊരു തലമാണ് നാഗവല്ലി. പ്രേതത്തിനെ പറയുമ്പോ പ്രേതത്തിന്റെ കോൺസെപ്റ്റിൽ എന്റെ മനസ്സിലെപ്പോഴും ആകാശഗംഗയില് അതിന്റെ പേരെന്തായിരുന്നു? മായല്ലേ? ആകാശഗംഗയിലെ മായൻ. Yes, ma'am. Maya. നമുക്ക് പേടിയാണ് പുതുമഴയായി വരുന്നത്. അതെല്ലാം എനിക്ക് തോന്നുന്നു 90s കിഡ്സും ഒക്കെ പേടിക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ടൈമില്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇല്ലാത്ത കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നാഗവല്ലിയുടെ കഥാപാത്രം, നാഗവല്ലിയില് ശരിക്കും പറഞ്ഞ എന്താണ്? ആ ഒരു നാഗവല്ലി എന്ന കഥാപാത്രത്തേക്ക് ഏറ്റെടുക്കുകയാണ് അല്ലെ? ഗംഗ അത് അബ്സോർവ് ചെയ്തിട്ട് ഗംഗ അതേപോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ഇതാണ് പാരാസൈക്കോളജി. മറ്റൊരാളെ ആഗീരണം ചെയ്യണം. മറ്റൊരാളുടെ ക്യാരക്ടർ ആഗീരണം ചെയ്തിട്ടാണ്. അതിൽ ആ ക്യാരക്ടർ ശരിക്കും ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് ആ സിനിമയിൽ കൗണ്ടനെങ്കിലും കാണാൻ സാധിക്കില്ല. ആ പാലസിൽ എത്തിച്ചേർന്നത് മുതൽ ഗംഗ നാഗവല്ലിയായിട്ട് അവസാനം തീരുന്നത് വരെയുള്ള സമയം എന്താണ് പാരാസൈക്കോളജി എന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. മ്യൂച്വൽ പേഴ്സണാലിറ്റി അല്ലെ? ദ്വന്ദ് വ്യക്തിത്വം, അമന വ്യക്തിത്വം, അതിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. നമ്മുടെ സൈക്കോളജിക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആ സിനിമ. യെസ്. അതില് അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, അതില് പല ബിഹേവിയർ ശോഭന കാണിക്കുന്നുണ്ട് അല്ലെ? എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെയുള്ള മൂവീസ്. ഓക്കെ. അതായത് അതിൽ ഏതാ സീൻ? യെസ്. മാങ്ങാമാല, മുല്ലമുട്ടുമാല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് ഒരു സൈക്കിക് വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് അല്ലെ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ വൈബ്രേഷൻസ് ബിഹേവിയറിൽ കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ വരുന്നുണ്ട്, മുഖത്ത് വരുന്നുണ്ട്, കണ്ണിൽ വരുന്നുണ്ട്, ബോഡിയിൽ മൊത്തത്തിൽ എന്താണ് ആ പേഴ്സണാലിറ്റി ശോഭന കാണിക്കുന്നുണ്ട്. അതാണ് എന്ത്? ബിഹേവിയർ ചേഞ്ചസ് ആണ് അവിടെ വരുന്നത്. അതന്നെയാണ് പാരാസൈക്കോളജി. മൾട്ടി പേഴ്സണാലിറ്റി അല്ലെ? കുട്ടികളടക്കം സിനിമ എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണും മാം. മക്കളടക്കം, നമ്മളടക്കം. ഇനി ഇതേപോലെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു മൂവി കൂടിയുണ്ട്. അതൊന്നറിയാമോ? എന്താ മാം? കേട്ടില്ല. ഇതേ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ട് നമുക്ക് മലയാളത്തിൽ തന്നെ. എന്താണെന്നറിയാമോ?
വെള്ളി നക്ഷത്രം. വെള്ളി നക്ഷത്രം. നക്ഷത്രത്തിലേക്കാളൊക്കെ ഏറ്റവും ഏതാണോ രസതന്ത്രം മോഹൻലാലിന്റെ ആണോ മാം? രസതന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമില്ലേ ഒരു ബിന്ദു മുകേഷിന്റെ ഒക്കെ രസതന്ത്രം. തന്മാത്രയാണോ? തന്മാത്ര അതല്ലല്ലേ, അതൊരു ഡിസീസ് ആണല്ലോ. തന്മാത്രയിലെ ഒരു അസുഖത്തിനല്ലേ കാണിക്കുന്നത്? അല്ല. ആണോ മാഡം? ഗീതാഞ്ജലി കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് മാം. കണ്ടിട്ടുണ്ട്. പറയുമ്പോ അതില് മോഹൻലാലിന് മാത്രമേ ആ ഒരു ആത്മാവിനെ കാണാൻ പറ്റുന്നുള്ളൂ, സംസാരിക്കാൻ പറ്റുന്നുള്ളൂ, ശബ്ദത്തിൽ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അതിലൊക്കെ ഏകദേശം ഇതൊക്കെ റിലേറ്റഡ് ആണ് അല്ലെ? ആ ഒരാള് ആ ഒരു വ്യക്തിക്ക് പെർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അത് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ എന്താണ് ശരിക്കും അത് മനസ്സിൻ്റെതായിട്ടുള്ളൊരു കോൺസെപ്റ്റ് സ്വമേധ രൂപീകരിച്ച് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും എന്തുണ്ട് റിയൽ ആയിട്ട് നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ റിയൽ ആണോ? ഇതൊക്കെ നമുക്ക് ഈ പ്രേതം എന്ന കോൺസെപ്റ്റ് നമുക്ക് റിയൽ ആയിട്ട് കാണാൻ സാധിക്കുമോ? ഇല്ല മാം. നമ്മളാണ് അത് ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് ഇതെല്ലാം. ഒരിക്കലും ഒന്നുമില്ല. ഈ പ്രസന്റ് മൊമെന്റ് അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് നമ്മുടെ ഘടനകൾ തെളിയിച്ചിരിക്കുന്നത് കേട്ടോ. പ്രസന്റ് മൂവിൽ നടക്കുന്ന കാര്യം അതുണ്ട്, അത് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മുടെ ക്ലാസ് നടക്കുകയാണെന്നുള്ളത് വിശ്വസിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളുടെ തോന്നലുകളാണ്. ഒരു തോന്നലുകളിൽ നിന്നാണ് ഓരോ കോൺസെപ്റ്റുകൾ രൂപീകരിച്ചു വരുന്നത്. ഇപ്പൊ ഒരു വാഴ അനങ്ങുന്ന സമയത്ത് അവിടെ എന്തോ അനങ്ങുന്നുണ്ടെന്ന് നമ്മളത് തീരുമാനിച്ചു അല്ലെ? അവിടെ എന്തോ ഉണ്ട്, തീരുമാനിച്ചു കഴിഞ്ഞു, അവിടെ ഉണ്ട്. അങ്ങനെ പല തോട്ട്സ് നമ്മൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നീട് എന്താണ് പിറ്റേ ദിവസം അതേ വാഴയുടെ അവിടെ പോയി രാത്രി ഒരു 7:30 ആകുമ്പോൾ 10 മണിയാകുമ്പോ നോക്കുമ്പോ വാഴ അനങ്ങുന്നുണ്ട്. വാഴ അനങ്ങണ എങ്ങനെയാണ്? അല്ലെങ്കിൽ ചെറിയൊരു കാറ്റുണ്ടാവും അല്ലെ? മറ്റേ ഇളം കാറ്റിൽ തേങ്ങ കിളകളാടും നമ്മൾ പറയില്ലേ? അല്ലാതെ അവിടെ ഒന്നുമില്ല അല്ലെ? ഒന്നും ഉണ്ടാവില്ല അവിടെ. അത് നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നത് ആരാണോ? മനസ്സാണ്. മൈൻഡാണ് പല രീതിയിൽ ചുറ്റിച്ചെടുക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചെറുതായിരുന്നു, ഇപ്പൊ ഒരു 10-11-12 വയസ്സ്. ആ സമയത്ത് ഞങ്ങൾ അമ്പലത്തിൽ ഈ വൈകുന്നേരം ദീപാരാധനയ്ക്ക് പോകും. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഏരിയ, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോണ പ്രത്യേക ഏരിയയിൽ ലൈറ്റ് ഇല്ല. ഒരു റബ്ബർ തോട്ടം, റബ്ബർ തോട്ടത്തിൽ ഞങ്ങളിങ്ങനെ പോകും. റബ്ബർ തോട്ടമാണ്. റോട്ടിൽ കൂടെ ഞങ്ങൾ പോകും. ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് റോട്ടിൽ കൂടെ പോണ സമയത്ത് ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു നിഴല് പോലെ കുറച്ച് ദൂരെയായിട്ട് ഒരു റബ്ബറിന്റെ അടുത്തുനിന്ന്, അതായത് ഇച്ചിരി ഹൈറ്റിലാണ്. അപ്പൊ നമുക്ക് കാണാം അവിടെ ഭയങ്കര കുറ്റിക്കാടൊക്കെ ഉണ്ട്. അപ്പൊ നൈസായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അമ്മയും ഞാനും വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് സ്പീഡിൽ പോവാന്ന് പറഞ്ഞു. ഒറ്റ നോട്ടം ഞാൻ നോക്കിയുള്ളൂ. അങ്ങനെ സംഭവം ഉണ്ടായിട്ട് പേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അങ്ങനെ ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാനത് ഓർത്തു, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ അതൊന്നും എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്യൂർ നമ്മള് എവിഡൻസ് അടക്കം തെളിയിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? സത്യമാണോ എന്ന് ഒരിക്കലും ഇല്ല. അതാരും തിരിച്ചു പോയിട്ടില്ല അല്ലെ? അതാണ് അതൊന്ന് കണ്ടുപിടിക്കാൻ വളരെ കെട്ടുപഴഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് നമ്മുടെ സൈക്കോളജി അല്ലെ? എല്ലാവർക്കും ഇങ്ങനത്തെയുള്ള അനുഭവം ഉണ്ട്. അപ്പൊ വാഴ ഒരു അനുഭവം തന്നെയാണ് അല്ലെ? അങ്ങനെ ഒരു അനുഭവം വാഴയുടെ അനുഭവം എനിക്കുണ്ട്. പണ്ട് അപരിചിത സിനിമ ഇട്ട് കിടന്നപ്പോ ജനലിക്കൂടെ ഇങ്ങനെ ഇന്ന് കിടന്ന് മേടിച്ചിട്ടുണ്ട്. ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. അവൾ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ആരും കാണാത്തതൊക്കെ അവൾ ഇങ്ങനെ കാണും. അപ്പൊ ഒരു ദിവസം അവൾ പറയുന്ന ബെഡിൽ ഇങ്ങനെ ഒരു ചുവന്ന സാധനം, എന്തോ ഒരു പോള് പോലെ സാധനം ഇങ്ങനെ എന്താ വൈറ്റ് ആയിക്കൊണ്ട് നിൽക്കുക, അനങ്ങി കളിക്കുക. അപ്പൊ അവളുടെ കുട്ടിയുണ്ട്. അപ്പൊ വീണ്ടും അവൾ കണ്ണ് ചുമ്മി വീണ്ടും തുറന്നു നോക്കിയപ്പോ അത് അവിടെ തന്നെ ഉണ്ട്. ലാസ്റ്റ് അവൾ അതിനെ പിടിച്ചെടുത്ത് അവളുടെ തലയണന്റെ ഉള്ളിൽ വെച്ചതിന് ശേഷമാണ് അവൾ ഉറങ്ങിയതെന്ന്. അപ്പൊ അതിനെ കാണുന്നില്ല. അതുവരെ അങ്ങ് നോക്കുമ്പോ ആ സ്ഥലത്ത് കളിക്കുന്നത്. സത്യമാണോന്നൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ അതേ ലെവലിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഇങ്ങനെ വന്നു നിന്നിട്ട് നമുക്ക് കൈയും അനക്കത്തില്ല, കാലും അനക്കത്തില്ല. നമുക്ക് നല്ല ബോധമുണ്ട്.
പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അത് നമ്മുടെ അവസ്ഥയാണ്. അതിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അതൊരു നമ്മുടെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടേത്. അതാണ് ചോദിക്കാൻ. ശബ്ദം വരില്ല. മാം നമുക്ക് ചിലപ്പോ ഈ ഇല്ലാത്ത അതായത് ഒരു നമ്മൾ കുറച്ചിപ്പോ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുമ്പം ഈ സെയിം സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായി എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതും സൈക്കോളജി ആണോ? അതെ. അതെന്താണ്? ഇപ്പൊ എനിക്ക് ഈ നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പല പ്രാവശ്യം തോന്നിച്ചത്, പല പ്രാവശ്യം നിങ്ങളുടെ ചില ഡയലോഗ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഇരിക്കുന്ന മൊമെന്റ് ഒക്കെ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, തേജാവ് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ പോയ സ്ഥലങ്ങളിൽ അവിടെ എപ്പോഴും നമ്മൾ പോയിട്ടുണ്ടെന്ന് തോന്നും ചില സ്ഥലങ്ങളില്. അല്ലെങ്കിൽ ഇരിക്കുമ്പോ ഒന്നും ആലോചിക്കാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഇരുന്നിട്ടുണ്ട്, ഇതേ കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതെന്താ മാം ഇങ്ങനെ? അതെന്താ അങ്ങനെ? അതും ഇത് തന്നെയാണോ? സൈക്കോളജിയുടെ ഇത് തന്നെയാണോ? ഇത്രയും പഠിച്ചിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യമായിപ്പോയത്. അപ്പൊ തന്നെ മനസ്സിലായി കൂടെ അതൊന്നും നമുക്ക് ഇതാണ് നമ്മുടെ മൈൻഡാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഒറ്റ ഒരാളാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ. ഒരാളോട് നല്ലത് പറയുന്നതും ചീത്ത പറയുന്നതും ഒരാളെ കൊല്ലാൻ പറ്റുന്നതും ഒരാളെ വേദനിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് മനസ്സ് പറയാണ് അല്ലെ, നമ്മുടെ മനസ്സ് പറഞ്ഞ് നമ്മൾ ബിഹേവിയറിലൂടെ കാണിക്കാണ്. സൈക്കോളജി ഇത്രേ ഉള്ളൂ. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്താണ് നമ്മൾ കാണിക്കുന്നതെന്ന് പറ്റില്ല. ഓക്കെ, യെസ്. നമ്മൾ എന്താ പറയുന്നത്? കട്ടിലിൽ നിന്നൊക്കെ എടുത്തുന്നൊക്കെ പോകുന്നതൊക്കെ നമുക്ക് തോന്നും പല രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? സ്വപ്നം എന്താണ് സ്വപ്നം? നമ്മൾ ഉണർന്ന് കിടക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. എവിടെ കിട്ടിയത്? സ്വപ്നം കാണുന്ന ദിവസം ഉറക്കം കാണത്തില്ല. അങ്ങനെ മനസ്സിലായി, വായിച്ചപ്പോ പിടികിട്ടി. സ്വപ്നം കാണുന്ന ദിവസം തലവേദനയും ഉറങ്ങാത്തൊരു ഫീല്. നമുക്ക് എന്ത് വേണമെങ്കിലും സ്വപ്നത്തിൽ കിട്ടിപ്പെടുക്കാം അല്ലെ. ഇപ്പൊ നല്ല കോടീശ്വരിയാവാം, ഏറ്റവും ദരിദ്രയാവാം. പല സീനുകളും നമ്മൾ അതിൽ അഭിനയിക്കും. ഏറ്റവും പേടിയുള്ള സിറ്റുവേഷൻസ് വരെ നമ്മള് ചിലപ്പോ ഒരാൾ കൊല്ലാൻ പറ്റും തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? കണ്ണു തുറക്കും. കൊല്ലില്ല, നമ്മളെ കൊല്ലില്ല അല്ലെ. നമ്മള് കണ്ണു തുറക്കും. അതൊക്കെ മൈൻഡിന്റെ ഒരു മനസ്സിന്റെ ഒരു കളിയാണ് അതൊക്കെ കേട്ടോ. ഓക്കെ, നമ്മൾ എവിടെ വരെ പറഞ്ഞിരിക്കുന്നത്? പാരാസൈക്കോളജി. കാര്യം മനസ്സിലായില്ലേ? പാരാസൈക്കോളജി എന്ന് നമുക്ക് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ച് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറെ അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കിടപ്പട്ടോ. പ്രേതവും വാഴയും ഈ റബ്ബർ തൊട്ടുള്ള വവ്വാലും ഒക്കെ കിടപ്പുണ്ടാവും. അതൊക്കെ വലിയ അടക്കം. ഇന്ന് രാത്രി എന്തെങ്കിലും സ്വപ്നം കാണുമായിരിക്കും. ചിലപ്പോ കാണുകയാണെങ്കിൽ ഒന്ന് ഓർത്താൽ മതി, ഇത് നമ്മൾ പഠിച്ചുകൊണ്ട് കണ്ടതാണ്, പേടിക്കണ്ട കേട്ടോ. അങ്ങനെയുണ്ട്. അതറിയില്ല നിങ്ങൾക്ക്? നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നില്ല ആ കാര്യം നമ്മുടെ മനസ്സിൽ കയറിച്ചിട്ടുണ്ടാവും. അൺകോൺഷ്യസ് മൈൻഡിൽ അത് ഉണ്ടാകും, പോകില്ല കേട്ടോ. എത്ര റിഗ്രറ്റീവ് വേണ്ടാന്ന് വെച്ചാലും അത് മനസ്സിൽ കിടക്കും. ഇഷ്ടപ്പെട്ട കാര്യം അങ്ങനെ തന്നെയല്ലേ? ഇഷ്ടപ്പെട്ട കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതാണ് നമുക്ക് ഭയപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കില്ലേ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും കാണുന്നത്. ശരിയാണോ? ശരിയാണെങ്കിലേ നമ്മള് മരണവീട്ടിൽ പോകും അല്ലെ, മനുഷ്യ വീടുകളിൽ പോകുന്ന സമയത്ത് ഒരിടയ്ക്ക് വരെ എന്നെ സംബന്ധിച്ചത് ഞാൻ ആ ബോഡിയിലേക്ക് നോക്കില്ല. അപ്പൊ കാരണം എന്താണ്? ഒറ്റവട്ടം ആ ബോഡിയിൽ നോക്കിയാലും രാത്രി കിടക്കുന്ന സമയത്ത് എനിക്ക് ആ ബോഡി വന്നു 2-3 ദിവസം ആ ബോഡി ആയിരിക്കും മനസ്സിലായി. എന്താണ്? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്, പോണില്ല. കുറച്ച് സമയം എടുക്കും പോകാനായിട്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പലർക്കും ഉണ്ടാവും മരണം വീട്ടിൽ പോകാനും. അല്ലെങ്കിൽ നമുക്ക് ആ ശബ്ദം, അവരുടെ കരച്ചിൽ വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്താണ് കേട്ട് ഇങ്ങനെ ശരിക്കും അടുത്തുനിന്ന് കേൾക്കും. രാത്രിയൊക്കെ ശരിക്കും അറിയാൻ പറ്റും. ചിലപ്പോ 2-3 ദിവസം രാത്രി പുറത്തിറങ്ങാനൊക്കെ പേടിയായിരിക്കുള്ളൂ അല്ലേ? എനിക്കറിയാം, അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. സെയിം ആണ് കേട്ടോ. യെസ്, നമുക്കത് നിർത്താം. ഇനി നിങ്ങളെ പേടിപ്പിച്ചെന്നുള്ളൊരു കംപ്ലൈന്റ് വരും. മാം, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് വരിക, അങ്ങനെയാണോ മാം പറയുന്നത്? എന്താണ് രമ്യ ചോദിച്ചത്? ഒന്ന് ഉറക്കെ ചോദിക്കാവോ? ചോദിക്കോളൂ. അതായത് നമ്മൾ കിടക്കുന്ന കാര്യങ്ങളാണോ സ്വപ്നങ്ങളായിട്ട് വരിക എന്നാണോ മാം പറഞ്ഞത്?
അങ്ങനെയൊന്നല്ല നമ്മള് എന്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ മരിച്ച വീട്ടിലെ ബോഡി കാണുന്നതൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് പേടിയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡന്റ് കണ്ടെന്ന് വെക്കാം, മരണം വേണ്ടേ, ആക്സിഡന്റ് കണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് നടന്ന ഇൻസിഡന്റ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ക്യാച്ച് ചെയ്യും. അത് അൺകോൺഷ്യസ് മൈൻഡിൽ ഇരിക്കും. കോൺഷ്യസ് മൈൻഡിലല്ല, കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അത് കണ്ടു, പിന്നീട് അൺകോൺഷ്യസ് മൈൻഡിൽ അത് മായാതെ കിടക്കും. ഇൻ കേസ് അത് എപ്പോഴായിരിക്കും അത് ഓർത്ത് വരുന്നത്, നമ്മൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ നടക്കുന്ന പകൽ സമയമൊക്കെ ഓർക്കുന്നുണ്ടെങ്കിലും നമ്മളത് മറ്റു കാര്യങ്ങൾ എൻഗേജ്ഡ് ആവും. പക്ഷെ രാത്രി എന്ന് പറയുന്നത് നമ്മൾ ഒന്നിലും എൻഗേജ്ഡ് ആവുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ പതിയെ പതിയെ മനസ്സിൽ ഇങ്ങനെ പൊട്ടിക്ക് വരും. അത് ആലോചിക്കുന്നത് ആരാണോ, നമ്മൾ തന്നെ ആലോചിക്കുന്നല്ല മനസ്സ്. വാ അത് ആലോചിക്കാം, വാ ഇത് നോക്കെന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകും. അതാണ് നമ്മുടെ മനസ്സ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതിലേക്ക് കൊണ്ടുപോകണതാണ്. അതാണ് പറഞ്ഞത്. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇതിന്റെ എന്താണ് മനസ്സെന്ന് ആർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, യെസ്, മനസ്സിലായോ രമ്യ? പോയാ? ഓക്കെ, ഇപ്പൊ പാരാസൈക്കോളജി. നെക്സ്റ്റ് വരുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജി. 7th വൺ 8th വൺ കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി നമ്മൾ പഠിച്ചു അല്ലെ, തിയറീസ് ഒക്കെ പഠിച്ചു. പാരാസൈക്കോളജി എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. മാനസിക മനഃശാസ്ത്രം എന്നൊക്കെ എന്തോ കണ്ടിട്ടുണ്ട് വേർഡ്സ്. നിങ്ങൾ പാരാസൈക്കോളജി തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, എട്ടാമത്തെ പോയിന്റ്, എട്ടാമത്തെ സൈക്കോളജി എന്താണ്? കോഗ്നിറ്റീവ് സൈക്കോളജി, വൈജ്ഞാനിക മനഃശാസ്ത്രം. നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഡിഫറെന്റ് സ്റ്റേജസ് ആണ് ഇതിൽ വരുന്ന കുട്ടികളെ. അതിലൊരു ഭാഗമാണ് നിങ്ങൾ പഠിച്ചത്. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വളരെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ പഠിച്ചേക്കണം. ജനറ്റിക് സൈക്കോളജി. 9th വൺ ജനറ്റിക് സൈക്കോളജി. ജനറ്റിക് സൈക്കോളജി. ജനറ്റിക് സൈക്കോളജി എന്താണ്? പാരമ്പര്യ മനഃശാസ്ത്രം. Then last, experimental psychology. Experimental psychology, പരീക്ഷണ മനഃശാസ്ത്രം. Experimental psychology, പരീക്ഷണ മനഃശാസ്ത്രം. Okay. പ്യുവർ സൈക്കോളജിയിലെ കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ് ജനറൽ സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, then parapsychology, cognitive and genetic, experimental. ഇതൊക്കെ നമുക്ക് എന്താണ്? ഇതൊക്കെ വൈഡായിട്ട് പഠിക്കണോ? വേണ്ട, അല്ല പഠിക്കാനുണ്ടോ? വേണ്ട പഠിക്കണ്ട. എന്താണ് ബ്രാഞ്ചസ് മാത്രം അറിഞ്ഞില്ല. ഇത് പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചിരിക്കും, അത്രേ ഉള്ളൂ. വേണ്ട, നിങ്ങൾ പേര് അറിഞ്ഞാൽ മതി. ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറീസിൽ വരുന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. കുഴപ്പമില്ല. യെസ്, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? ഇപ്പൊ പറഞ്ഞത് പ്യുവർ സൈക്കോളജിയുടെ ബ്രാഞ്ചുകളാണ്. നെക്സ്റ്റ് വരുന്നത് അപ്ലൈഡ് സൈക്കോളജി എന്ന് ഹെഡിങ് കൊടുക്കട്ടോ. അപ്ലൈഡ് സൈക്കോളജി പെട്ടെന്ന് എഴുതിയെടുക്കാമോ? പെട്ടെന്ന് ബ്രാഞ്ചസ് ആണോ മാം അപ്ലൈഡ് സൈക്കോളജി? എന്താണ് അപ്ലൈഡ് സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ആണോ ഇനി പറയുന്നത്? അതെ അതെ, അപ്ലൈഡ് സൈക്കോളജിയുടെ ബ്രാഞ്ചസ്. മനഃശാസ്ത്രത്തിന്റെ താഴെ വരുന്ന പോയിന്റ്സിൽ എഴുതാട്ടോ. എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് പഠിക്കാനുണ്ട്. യൂണിറ്റ് 7 നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നുണ്ട് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം. Then clinical psychology, clinical psychology, ചികിത്സാ മനഃശാസ്ത്രം. ക്ലിനിക്കൽ സൈക്കോളജി. കേട്ടില്ല, എന്താണ്? ഒരാള് ചോദിക്കും. എക്സ്പെരിമെന്റൽ സൈക്കോളജി കഴിഞ്ഞ് എക്സ്പെരിമെന്റൽ സൈക്കോളജി കഴിഞ്ഞു, പ്യുവർ സൈക്കോളജി കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ പറയുന്നത് അപ്ലൈഡ് സൈക്കോളജി ആണ്. കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? ക്ലിയർ ആയില്ല. റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും.
റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് അപ്ലൈഡ് സൈക്കോളജി ആണ് നോക്കുന്നത് കേട്ടോ. അപ്ലൈഡ് സൈക്കോളജിയിലാണ് ആദ്യം വരുന്നത് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ചികിത്സാ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ വ്യാവസായിക മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ psychology, INDUSTRIAL, industrial psychology. Then counseling psychology, counseling psychology, counseling psychology, counseling psychology. Military psychology, military psychology, സൈനിക മനഃശാസ്ത്രം, military psychology, military, MILITARY, military psychology, സൈനിക മനഃശാസ്ത്രം, military psychology. Then political psychology, political psychology, political psychology, രാഷ്ട്രീയ മനഃശാസ്ത്രം, political psychology. Then ഇത് പറയട്ടെ, ഇത് 3 രീതിയിൽ എഴുതാട്ടോ. ഒന്ന് ക്രിമിനൽ, ഓരോ സ്ലാഷ് ഇട്ട് എഴുതണേ. ക്രിമിനൽ / legal, criminal, legal / അറിയാലോ. ഓക്കെ. പിന്നെ forensic psychology, criminal, legal, forensic psychology, forensic, 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 forensic psychology. ഫോറൻസിക് സൈക്കോളജിയാണ് നിങ്ങൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. സിനിമയാണ് അതിലൊരു ഉദാഹരണമൊക്കെ പറയുന്നത്. അപ്പൊ ഒരാൾ എങ്ങനെ ചെയ്യും, ഈ രീതിയിൽ ചെയ്യും, ആ രീതിയിൽ അയാൾ എങ്ങനെ ചിന്തിക്കും, ആ രീതിയിലൂടെ ആയിരിക്കും അയാൾ പോകുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തെളിവുകൾ ലഭിക്കും. അവിടെ തെളിവിന് ചെല്ലുന്ന സമയത്ത് ഈ ആളിനെ മറ്റൊരു കാര്യത്തിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്, അതായിരിക്കും ആള് ചിന്തിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്താണ് നമ്മളൊരു ക്രിമിനലിനെ കണ്ടെത്തുന്നത് അല്ലേ. ഫോറൻസിക് എന്നൊരു മൂവി ഉണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പല നിഗമനങ്ങളിലൂടെ ഇയാളത് ചെയ്തു അല്ലെ, ആ ഒരു വ്യക്തി അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ്, പല നിഗമനങ്ങളിലൂടെയാണ് ആ ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രിമിനലിലേക്ക് എത്തിച്ചേരുന്നത്. ക്രൈം ഫയൽസുകൾ കണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, യെസ്, നേരറിയാൻ CPA, 5ാം പാഠത്തിൽ അതിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അപ്ലൈഡ് സൈക്കോളജിയിൽ എന്തൊക്കെയാണ് വരുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി, പൊളിറ്റിക്കൽ സൈക്കോളജി ആൻഡ് ക്രിമിനൽ, ലീഗൽ, ഫോറൻസിക് സൈക്കോളജി. ഇപ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് സൈക്കോളജിയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ലാത്തല്ല, പഠിക്കാൻ ഒരുപാടുണ്ട്. ഇത്രയും നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്യുവർലി പഠിച്ച സൈക്കോളജീസ് അല്ലെ, പ്യുവർലി പഠിച്ചിരുന്ന ഏതൊക്കെയായിരുന്നു? പ്യുവർലി പഠിച്ചത് നമ്മള് ജനറൽ സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി, അതിലൊക്കെ ഉണ്ടാവുന്ന തിയറീസ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈഡ് സൈക്കോളജി. ആ തിയറീസ് ഒക്കെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് പഠനങ്ങൾ സാധ്യമാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്യുവറും അപ്ലൈഡും ഡെഫിനീഷൻസും ഓരോ ബ്രാഞ്ചസും എന്തൊക്കെയാണെന്ന് ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ?
മിസ് CBT കോഴ്സ് എല്ലാം പഠിച്ചതാ? എന്തോ CBT കോഴ്സ് പഠിച്ചതാ? ഞാനോ? ആ ഇല്ല. എന്താ അല്ല, സൈക്കോളജി പഠിച്ചതില് തെറാപ്പീസ് എല്ലാം പഠിക്കൂല? സൈക്കോളജി ഞാൻ BA പഠിച്ചിട്ടുണ്ട്, അല്ലാതെ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ പഠിച്ചിട്ടുണ്ട് വേറെ രീതിയില്. അത് വേറെ ടെക്നിക്കാണ് വെച്ചത്. പറയുന്നത് തെറ്റാണോ? ഞാൻ പറയുന്നത് തെറ്റാണോ? അല്ലല്ല, തെറ്റല്ല. CBT പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആന്ന് പറയുന്ന കേട്ടു. അതെ, ഇൻട്രസ്റ്റഡ് ആണ്. ഏറ്റവും ഞങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് പറയാന് ഞങ്ങളുടെ BEd ഉണ്ടായിരുന്ന സൈക്കോളജി ടീച്ചർ എന്ന് പറയുന്നത്, അയ്യോ അതൊരു കെട്ടുപടഞ്ഞ ഒരു ടീച്ചറാണ്. അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ടീച്ചർ ഓരോ തിയറീസ് പഠിപ്പിക്കുന്നത് ഞങ്ങളെ വളരെ സിമ്പിൾ ആയിട്ടാണ്, റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ടീച്ചർ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ശരിക്കും അബ്സർവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, പക്ഷെ നമ്മളത് എത്തിക്കും. അപ്പൊ നമ്മൾ ഇത്രയും ഒരു കാര്യമാണ് ടീച്ചർ എത്തുക. പക്ഷെ തിയറി എഴുതുന്ന സമയത്ത് അത് വലിയൊരു തിയറി ആയിരിക്കും ടീച്ചർ, പക്ഷെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് ഇരുത്തിയാണ് ക്ലാസ് എടുത്തത്. അതാണ്. അപ്പൊ അങ്ങനെ പഠിക്കണം. അല്ലാതെ നമ്മൾ ഈ തിയറീസ് നിങ്ങളുടെ വരെ വന്നിരുന്നത് ഇതാണ് ഇങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം, ആ തിയറി ഇങ്ങനെയാണ്, മെത്തേഡ് ഇങ്ങനെയാണ്, ഓക്കെ ആ സ്റ്റെപ്പ് അങ്ങനെ തന്നെ പഠിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? നിങ്ങൾ ടീച്ചറുടെ ക്ലാസ് എടുത്തിട്ട് ബോറാണ്, കയറണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കയറില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ്, നമ്മളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്താൽ മാത്രമേ, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് റിലേറ്റഡ് സബ്ജക്റ്റ് ആണെങ്കിൽ സൈക്കോളജി, അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. മുഫീദ പഠിച്ചിട്ടുണ്ട് സൈക്കോളജി ഒക്കെ. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മാം. Good afternoon, ma'am. If you fail, never give up, because fail means first attempt in learning. Thank you, Adila ma'am, for your wonderful class. Thank you, my dear friends. Have a nice day. Sign out by Habiba from Trishur. Okay, thank you. Have a nice day. Thank you, ma'am. Thank you. Thank you, ma'am. 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 ജോളി വർഗീസ് ക്ലാസ്സിൽ കയറാറിപ്പോ? ജോളി ചേച്ചി ടൂറിൽ